നമുക്ക് എളുപ്പത്തിലൊരു പനീർ കറിയുടെ റെസിപ്പി നോക്കിയാലോ. ഞാനിവിടെ ഒരു 200 ഗ്രാമിൻ്റെ ഒരു പനീറാണ് അതെടുത്തിട്ടുണ്ട്. അത് ഞാൻ ചെറിയ ചെറിയ പീസാക്കി ഇങ്ങനെ ക്യൂബ്സ് പോലാക്കി എടുത്തിട്ടുണ്ട്. അതാണ്ട് ഇതിനേക്കാളും ചെറുതായാലും കുഴപ്പമില്ല, പക്ഷേ ഇതാവുമ്പം നല്ലതാണ്, കഴിക്കാനും നല്ലതാണ്. ഇതിനകത്ത് ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി, ഇച്ചിരി മുളക് പൊടി, ഇച്ചിരി ഉപ്പ്, പിന്നെ ഞാൻ ഇച്ചിരി കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും ഇട്ട് നല്ലപോലെ ഇതൊന്ന് ഇളക്കി ഇത് ഞാൻ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്യാനാണ്. ഇതിനകത്ത് ഇച്ചിരി എണ്ണ നമ്മൾ ഒഴിച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഡീപ്പ് ഫ്രൈ ചെയ്യണ്ട. ഡീപ്പ് ഫ്രൈ ചെയ്താൽ ഇത് ഒത്തിരിയായിട്ടങ്ങ് റബ്ബർ പോലാവും. അന്നേരം ഇത് ചെറുതായിട്ട് ഇത് ഒന്ന് നമുക്ക് ഒരിച്ചിരി നേരം ഇതിൻ്റെ ഒരു വെള്ളമൊക്കെ ഒന്ന് പറ്റി വരുമ്പം ഇത് ഒന്നുകൂടെ നല്ല ടേസ്റ്റാണ് കറി വയ്ക്കുമ്പം. അങ്ങനെ ഞാനിവിടെ ഇത് ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് എളുപ്പത്തിലൊരു ഷാലോ ഫ്രൈ ചെയ്തെടുക്കാമല്ലോ. അങ്ങനെ ഞാനിവിടെ ഇതെല്ലാം കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയും ഇതിൻ്റെ ഗ്രേവിക്കായി ഞാൻ 2 സവാള എടുത്ത് ഇച്ചിരി വലുതായിട്ടിങ്ങനെ അങ്ങ് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അന്നേരം ഇത് നമുക്ക് പിന്നെ ഇത് അരച്ചെടുക്കാനാണ്. അതുകൊണ്ട് ഇത് വലുതായിട്ട് നമുക്ക് ചെറിയ കഷ്ണമാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിങ്ങനെ ഇച്ചിരി വലുതായാലും ഇത് കുഴപ്പമില്ല. അന്നേരം ഞാൻ ഇഞ്ചി അവിടെ ചെറുതായിട്ടിങ്ങനെ കഷ്ണമാക്കി വെച്ചു. എന്നിട്ടൊരു പാനിനകത്ത് ഒരിച്ചിരി എണ്ണയും കൂടെ ഒഴിച്ചു. ഞാനിവിടെ വെളിച്ചെണ്ണയല്ല, സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തത്. അതാണ് ഈ കറിക്ക് ഒത്തിരിയൂടെ നല്ലത്. ഞാനിത് സവാള നല്ലപോലെ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. സവാള എല്ലാം ചെറുതായിട്ടൊരു ബ്രൗൺ കളറാകുമ്പോൾ ഞാനവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് അത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അത് ഒന്ന് നല്ലപോലെ ഒരു ചെറുതായിട്ട് ഒന്ന് വഴണ്ട് വരണം. എന്നിട്ട് ഞാൻ അതിനകത്ത് ജീരകം, പിന്നെ ഏലക്ക, ഗ്രാമ്പൂ, പട്ടയൊക്കെ അതിനകത്ത് ഇട്ട് അതുകൂടെ ഒന്ന് മൂപ്പിച്ചെടുത്തു. അന്നേരം കൊണ്ട് ഞാൻ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. തക്കാളിയും കൂടെ അതിനകത്ത് ചേർത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അതുകൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് വഴറ്റിയിട്ട് നമുക്ക് ഇതങ്ങ് ആറുമ്പോൾ ഒരു മിക്സിയുടെ ചെറിയ ജാറിനകത്തിട്ട് ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാനാണ്. ഇതാണ് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതേ പാനിനകത്ത് ഞാൻ ഇച്ചിരി എണ്ണയും കൂടെ ഒഴിച്ചു. ഞാനിവിടെ ബേ ലീഫ്സ് ആണ് ഇടുന്നത്, വയണയില. അത് നമുക്ക് നല്ല ടേസ്റ്റാണ് ഈ കറികൾക്കൊക്കെ. ഞാൻ അതിൻ്റെ മസാലയ്ക്കായി 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, കശ്മീരി ചില്ലി, ഇച്ചിരി ഗരം മസാല എടുത്തിട്ടുണ്ട്. ഞാനും അതിനകത്ത് ഇത് ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് മൂപ്പിച്ചെടുത്തു. എന്നിട്ട് നമുക്ക് ഈ അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ് അതിനകത്തോട്ടിടാം. പേസ്റ്റ് അത് ഒന്നുകൂടെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാനുണ്ട്. ഞാൻ ഈ പേസ്റ്റ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് വഴറ്റിയെടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് അതിൻ്റെ വെള്ളം ഇതിനകത്തോട്ട് ചേർത്ത് ഇതന്നേരം നല്ലൊരു ഗ്രേവി ആയിട്ട് നമുക്ക് എടുക്കാനാണ്. ഇത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഇതിനകത്ത് ചേർക്കാം. എന്നിട്ട് ഇതിനകത്ത് ഉപ്പ് ചേർത്ത് നല്ലപോലെ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഒന്നുകൂടെ ഒക്കെ ഇത് ഒന്ന് പറ്റി വരണം. എന്നിട്ട് നമുക്കിതിനകത്ത് പനീർ ഇടാം. നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന പനീർ അതിനകത്ത് ഇട്ടിട്ട് നമുക്കൊന്നുകൂടെ ഇത് നല്ലപോലെ ഒന്ന് പറ്റിച്ചെടുക്കണം. ഇതിങ്ങനെ നല്ലപോലെ ചാറായിട്ട് കുറുകി വരും. ഇത് നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. ഇവിടെ നമ്മുടെ പനീർ കറി റെഡി ആയിട്ടുണ്ട്. ഇത് ചപ്പാത്തിക്കൊപ്പവും ചോറിനൊപ്പവും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാൻ പൊതുവേ ഇപ്പോൾ ഇങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നത്. അന്നേരം ചാറും നമുക്ക് കിട്ടുമല്ലോ. പിന്നെ എളുപ്പത്തിൽ ഞാൻ ചപ്പാത്തി ചുട്ടെടുത്തു.
ചപ്പാത്തിക്കൊപ്പം കഴിക്കാനാണ് ഇതൊന്നുകൂടെ നല്ലത്. അങ്ങനെ ഇവിടെ ഞാൻ ചപ്പാത്തിയെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ടേസ്റ്റ് നോക്കിയാലോ. ഞാനിവിടെ ചപ്പാത്തിയും കറിയും എടുത്തു. അങ്ങനെ അപ്പം ബായ്, വേറെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം. എല്ലാവരും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.